ഹലോ, നീ വീട്ടിലുണ്ടോടാ? ഞാൻ പുറത്താ. എന്താടാ കാര്യം? നമുക്ക് മറ്റേ സംഭവം ഫൈനലൈസ് ചെയ്യണ്ടേ? ശരണ്യയുടെ വിഷയമാണോ? അതെ, നമ്മള് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തില്ലേ? നീ വിളിക്കുന്നിടത്ത് അവള് വരുമോ? അത് നീ സംശയിക്കണ്ട, അവൾ വന്നിരിക്കും, ഷുവർ. നീ ചീറ്റ് ചെയ്യാനല്ലേ പ്ലാൻ? എടാ, ഏതെങ്കിലും പെണ്ണ് എല്ലാം സമ്മതിച്ചോണ്ട് നമ്മളെ വിളിക്കുന്നിടത്ത് വരുമോ? എന്തെങ്കിലുമൊക്കെ കള്ളം പറയേണ്ടി വരും. നീ അങ്ങനെയല്ലേ അന്ന് റൂബിയെ വീട്ടിൽ കൊണ്ടുപോയത്? ശരണ്യോട് നീ എന്നാ പറയും? എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ ഈവനിങ് മീറ്റിംഗിൽ പറയാം. അലീനയ്ക്ക് കൊടുത്ത അതേ സാധനമാണോ? അതുകൊണ്ട് അതിനേക്കാൾ അല്പം ഡോസ് കൂടിയതും ഉണ്ട്. എന്നാ ശരിടാ, വൈകിട്ട് വേണം. ഓക്കെ ബോയ്. ബബിത, ഇങ്ങ് വാ. എന്താ അച്ഛാ? നീ എന്റെ കൂടെ വാ. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. എവിടെ പോവാനാ? വെറുതെ ഒരു ഔട്ടിങ്. വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ആ, എന്നാ പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ടോ. കാറിലല്ലേ പോകുന്നേ? ആ, എപ്പൊ തിരിച്ചു വരും? ഇന്ന് തന്നെ വരും. പോരെ? ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാവേ. ആ, ഞാൻ കാർ ഇറക്കുമ്പോഴത്തേക്ക് വന്നേക്കണം. അച്ഛനോട് പോവാ. ഞാൻ ബബിയെയും കൂട്ടി ചെറിയൊരു ഷോപ്പിംഗ്. ഷോപ്പിങ്ങിന് മുമ്പ് എന്നെ കൊണ്ടാത്തെന്താ? ഇത് അങ്ങനത്തെ ഷോപ്പിംഗ് അല്ലടി, പണിഷ്മെന്റ് ഷോപ്പിംഗാ. പണിഷ്മെന്റോ? ആ, അലീനയുടെ ഡ്രസ്സൊക്കെ അവൾ നശിപ്പിച്ചില്ലേ, അവളെ കൊണ്ട് തന്നെ 2-3 ചുരിദാർ വാങ്ങിപ്പിച്ചു. ഐഡിയ കൊള്ളാം. വർക്കൗട്ട് ആവോ? നമുക്ക് നോക്കാം. ദാ, സംഗതി കൊള്ളാവോ? അതോ വേറെ ഐറ്റം പറയണോ? ഇത് നല്ലതാ, ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? ഏത് കാര്യം? എടി, നിനക്കെന്താ അൽഷിമേസോ? എടി, നരന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അത് കൊറേ ദൂരെയല്ലേ? എവിടെ ദൂരെ? നീലൂര് വഴി കട്ട് ചെയ്താ മേലുകാവും മറ്റം. 1/2 മണിക്കൂർ മതി. ഈ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോണ്ടേ? ഗിഫ്റ്റിന്റെ കാര്യമൊന്നും നീ ചിന്തിക്കണ്ട, അത് എനിക്ക് വിട്ടേ. നീ വാങ്ങിച്ചു കൊടുക്കോ? ഞാൻ അവനൊരു വാച്ച് നോക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പോ ആരാ വാച്ച് കിട്ടുന്നേ? എല്ലാരും കിട്ടും. പണ്ട് സമയം നോക്കാനായിരുന്നു, ഇപ്പൊ വാച്ചൊരു ഷോ ഓഫാ. എപ്പോഴും പോണ്ടേ? രാവിലെ അവിടെ ചെല്ലുന്നു, കേക്ക് കട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ പാടുച്ച കഴിയുമ്പോ നമ്മൾ തിരിച്ചു പോരും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? എന്ത് കുഴപ്പം? അവന്റെ അപ്പനും അമ്മയും പെങ്ങളും എല്ലാവരും ഉള്ള വീടല്ലേ. ഞാൻ വരാം, പക്ഷെ ഇന്ന് 4 മണിക്ക് തിരിച്ചെത്തിക്കണം. ഷുവർ. എങ്കിൽ നീ എന്നെ സൂപ്പ് വെച്ച് നിന്റെ പട്ടി കിട്ടും. ഒന്ന് പോടാ, ചില നേരത്തെ അപാര തള്ളാട്ടോ. നീ തന്നെ ഇത് അലീനയുടെ കൈ കൊടുക്കണം. നീ അവളുടെ ചുരിദാർ വെട്ടി കുറിച്ചപ്പോ എന്തായിരുന്നു മനസ്സിൽ? ദേഷ്യം അല്ലാതെ എന്നതാ? ആ ദേഷ്യം തീരാൻ വേണ്ടിയാ നിന്നെ തന്നെ കൂട്ടിക്കൊണ്ട് പോയത് വാങ്ങിയത്. ഇത് കൊടുക്കുന്നതോടെ അത് തീർന്നിരിക്കണം. നിങ്ങളൊക്കെ ഒന്നിച്ചിരിക്കേണ്ടവരില്ലേ, എങ്കിലേ നിങ്ങൾക്ക് ശക്തിയുള്ളൂ. ഇത് കൊടുത്താലൊന്നും എന്റെ ദേഷ്യം തീരത്തില്ല. പിന്നെ കൊടുത്തേക്കാം. എടി, നിന്നെയൊക്കെ ഓർത്തിട്ടാ ഞാൻ ഈ കുടുംബ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും അടിച്ച് പുറത്തിറക്കിയിട്ട് വീടും പൂട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോയാനെ. തകർന്ന് തരിപ്പണമായി താഴെ വീണിടത്ത് എണീറ്റ് നിൽക്കാൻ ഞാൻ ശ്രമിക്കുക. കൂടുതൽ എന്നെ പരീക്ഷിക്കരുത്, മനസ്സിലായി? മകൾ അമ്മയ്ക്ക് പഠിക്കുന്നു, അവളെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവളെ നോക്കാൻ ഞാനുണ്ട്. നിനക്കൊക്കെ അങ്ങനെ ഒരു ഗതി വന്നാൽ ഒരു പട്ടി ഉണ്ടാവില്ല. അമ്മയുടെ കൂടെ പോയി സൂയിക്കാൻ വേണ്ടി വെമ്പർ കൊണ്ട് നിൽക്കുക. ഡിവേഴ്സ് പാസ്സായി കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. കൃഷ്ണേ കൃഷ്ണേ കൃഷ്ണേ. എന്താ ചേച്ചി? നിന്നെ എത്ര വിളിച്ചിട്ട് പോത്തെ? പോത്തേന്ന് വിളിക്കല്ലേ ചേച്ചി? എരുമയുടെ അനിയത്തിന്ന് വിളിച്ചോ? പെണ്ണല്ലേ ഞാൻ. ഹായ്, എനിക്കാണത്. നിനക്കോ? നിനക്ക് എന്നാത്തിനാണ് ഞാൻ ഡ്രസ് വാങ്ങിച്ചിരുന്നേ? അല്ല, സ്നേഹ കൂടുതലുണ്ട്. അയ്യോടി, സ്നേഹ കൂടുതല് അത് നിന്നോട്. കരിങ്കാൽ ബബിതേച്ചിക്ക് ആരോടും നന്ദി സ്നേഹമില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ഇത് നീ അവൾ കൊടുത്തേക്ക്. അച്ഛന്റെ പുന്നാര മോൾക്ക്. ഓ, അലീന ചേച്ചിക്കോ? ഞാൻ അവളുടെ ഡ്രസ്സ് നശിപ്പിച്ചെന്ന് പറഞ്ഞ് അച്ഛൻ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ. കൊടുത്തേക്ക്. ഇത് ചേച്ചി കൊടുക്കുന്നല്ലേ? അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ട. നീയേ കൊടുത്താ മതി. വേണമെങ്കിൽ ഒരെണ്ണം നീയും കൂടി എടുത്തോ. ആ, ഇന്ന് ഞാൻ ഷോപ്പിലേക്ക് വരുന്നില്ല. ഗോവർദ്ധനോട് കാര്യം പറഞ്ഞാൽ മതി. ആ, അയാളിപ്പോ ഹോസ്പിറ്റലാ. നേരിട്ട് കാണണമെങ്കിൽ 5 മണി കഴിയും. ആ, അച്ഛാ, ചായ. നിനക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അച്ഛന്റെ സെലക്ഷൻ ആണോ? ആ, പിന്നല്ലാതെ. കൊള്ളാം. അച്ഛനെന്താ ബബിതയ്ക്ക് ഡ്രസ് എടുക്കാഞ്ഞത്? ഞാൻ അവളോട് ചോദിച്ചതാ, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അച്ഛനിങ്ങനെ ഓടി പിടിച്ചു പോയി എടുക്കണ്ടായിരുന്നു. ബബിതയ്ക്ക് അതൊരു ഇൻസൾട്ടിംഗ് ആയി തോന്നിക്കാണും. അവള് ചെയ്ത കുറ്റത്തിന് ഒരു ശിക്ഷ വിധിച്ച പോലെ. പക്ഷെയാണല്ലോ, അത് അവള് മനസ്സിലാക്കണം. അവൾക്ക് ദേഷ്യം കൂടിയിട്ടല്ലേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയായി. ഡ്രസ്സ് കൊണ്ടുവന്ന് നിനക്ക് തന്നപ്പോ അവൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് ആവർത്തിച്ച കടുത്ത ശിക്ഷ ഉണ്ടാവും. എനിക്ക് കൃഷ്ണമുള്ള ഡ്രസ്സ് കൊണ്ട് തന്നത് അച്ഛനും ബബിതയും കൂടെ പോയി വാങ്ങിയതാണെന്ന് പറഞ്ഞു. ബബിത നേരിട്ടല്ലേ തന്നത്? അല്ല, എന്തിനാ നേരിട്ട് തരുന്നേ? ഞാൻ അവളോട് അങ്ങനെയാണല്ലോ പറഞ്ഞു. അവളത് അനുസരിച്ചില്ലല്ലേ? അത് സാരല്ല അച്ഛാ. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് നിർബന്ധിച്ച് ചെയ്യിക്കരുത്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവത്തില്ല. നീ ബബിതയെ ഒന്ന് വിളിച്ച ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിനക്ക് നേരിട്ട് തരാൻ പറ്റാത്തതെന്ന്? ഒന്നും ചോദിക്കണ്ട അച്ഛാ. അവര് തനിയെ മനസ്സിലാക്കട്ടെ. എന്നോടുള്ള ശത്രുത അച്ഛൻ കണക്കാക്കണ്ട. പക്ഷെ അവളുടെ പോക്കുവരവ് അച്ഛൻ ശ്രദ്ധിക്കണം. പോക്കുവരോ? കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ടോ അതോ വേറെ വല്ലയിടത്തും ആണോ? ആരൊക്കെയാണ് കൂടെ എന്നൊക്കെ. ഇല്ലെങ്കിൽ അവിടെ ഒരു ദിവസം അങ്ങ് പോകും. ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ ടെൻഷനാണ്ട്. റോഹി, നേരെ എന്റെ റൂമിലോട്ട് കയറി വാ. ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. വേറെ ആരില്ല ഇവിടെ. അമ്മ അവിടെ എങ്ങാനും കാണും. നീ അതൊന്നും നോക്കണ്ട, കയറി വാ. വേഗം വാടാ. നീ കയറി പോരുന്ന ആരെങ്കിലും കണ്ടോ? ഓ, വീട്ടിൽ കള്ളം കയറിയ പോലെ ആരും അറിയത്തില്ലല്ലോ. കള്ളനൊന്നും കയറത്തില്ല. ക്യാമറ ഉണ്ട്. എടാ, നാളെയാണ് ശരണ്യെ കൊണ്ടുവരുന്നത്. നീ ഫ്രീ അല്ലേ? ക്ലാസ് ഉണ്ട്. അത് സാരില്ല, കട്ട് ചെയ്യാം. ശരണ്യ വരാന്ന് സമ്മതിച്ചോ? വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാവാതിരുന്നാ മതി. അവസാനം പുലിവാലാവോ? ഒരു പ്രശ്നമില്ല. നമ്മൾ അലീനയ്ക്ക് കൊടുത്ത സാധനം ഇല്ലേ, അതിന്റെ കൂടെ ചെറിയൊരു മിക്സും കൂടി ചേർത്ത് ഒരു സംഗതി, ഒരു ഗഞ്ചൻ എക്സ്ട്രാക്ട്. അത് അകത്തോട്ട് ചെന്ന ഇക്കളിയിട്ട പോലെ ചുമ്മാ ചിരിക്കത്തേ ഉള്ളൂ. എടാ, അതല്ല പ്രശ്നം. അതിന്റെ കെട്ടുവിട്ട് കഴിയുമ്പോ അവൾക്ക് കാര്യം മനസ്സിലാവില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കിയ നമ്മൾ എന്ത് ചെയ്യും? എടാ പോത്തെ, അതിനല്ലേ ഫോട്ടോസും വീഡിയോസും എടുത്ത് വെക്കുന്നേ. അത് കാണിച്ചാ മതി, അവൾ അടങ്ങിക്കോളും. എല്ലാം കഴിയുമ്പോ അവൾക്ക് മനസ്സിലാവില്ല നീ അവളെ തേച്ചു. അവൾക്ക് കലിപ്പ് വരും, ഉറപ്പാ. എടാ, അതിനാര് തേക്കുന്നു? ഞാൻ അവളെ പിന്നെയും കൂടെ നിർത്തും. വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവളുടെ പേഴ്സിൽ എപ്പോഴും 500 നോട്ടുകൾ അടുക്കി അടുക്കി വെച്ചു കൊടുക്കും. ഗോൾഡ് വാങ്ങിക്കും. നമ്മൾ അവളെ തള്ളിക്കളയുന്നില്ലല്ലോ. നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യല്ലേ. എന്താവശ്യം വന്നാലും. ആവശ്യം കഴിഞ്ഞ് പാലത്തിനപ്പുറത്ത് കൊണ്ടുപോയി തള്ളിയിട്ട് പോവല്ല. നീ പറയുന്ന പോലെ അനുസരിക്കുന്നവളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവളെ എതിർത്ത വിട്ടേക്കണം. എടാ, ഇതങ്ങനെയല്ല പ്ലാൻ. ഞാനും അവളും കൂടെ സംഭവ സ്ഥലത്ത് എത്തുന്നു. ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ 3-4 പേര് തിരക്കി വരും. സദാചാര പോലീസുകാരെ. ആ പ്രദേശത്തുള്ള കുറെ വാളി പയ്യന്മാര്. അവരെവിടുന്ന് വരും? എടാ,
നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാ. അവരുടെ കൂടെ നീയും കാണും. ഞങ്ങള് രണ്ടുപേരെയും വളഞ്ഞിട്ട് ചീത്ത വിളിക്കും, അടിയും തരും. എന്നിട്ട് വീട്ടിലറിയിക്കും, പോലീസിലറിയിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടും. ഇതാണോ പ്ലാൻ? അപ്പൊ ഞാനും അവളും കൂടെ കാലയിൽ വീണ് അയ്യോ വീട്ടിലറിയിക്കില്ലേ, പോലീസിലറിയിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ കരയല്ലോ. എന്നിട്ട് അപ്പോ അവര് കൂടി ആലോചിച്ച ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കും. അത് അംഗീകരിച്ച പ്രശ്നമൊന്നുമില്ലാന്ന് പറയും. അത് വർക്കൗട്ട് ആവോ? എടാ അങ്ങനെയാണെങ്കിൽ ആർക്കും പ്രശ്നമില്ലാതെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ചീറ്റ് ചെയ്താണെന്ന് പിന്നീട് അവൾക്ക് മനസ്സിലായെങ്കിലും എടാ അത് ഞാൻ നോക്കിക്കോളാം. ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതൊക്കെ എന്റെ റിസ്കാ. അത് എനിക്ക് വിട്ടേക്ക്. നാളെ എപ്പോഴാ? ഒരു 9:10 മണിയോടെ പോവാം. ക്ലാസ് കട്ട് ചെയ്ത് പോവല്ലേ. നമ്മുടെ ടീമിലുള്ളവരെ അവള് തിരിച്ചറിയും. ഇല്ലടാ അവൾക്ക് ആരെയും പരിചയമില്ല. മാത്രമല്ല ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും അവര് വരുന്നത്. ആ ലൊക്കാലിറ്റിയിലുള്ളവരാണെന്നേ തോന്നത്തുള്ളൂ. സദാചാര പോലീസ് എല്ലാ നാട്ടിലും ഉണ്ടല്ലോ. എടാ, അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് അവസാനം കൊളാക്കോ? അതൊക്കെ നമ്മൾ വേണ്ടത്ര റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ടെൻഷനാണോ? എനിക്കെന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് ഒന്നും. സത്യം പറഞ്ഞ ഇത് നിനക്ക് വേണ്ടിയാ. ഹോ, അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല. അച്ഛാ രോഹിണിന് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടാ വരുന്നത്. അവൻ ടർഫിൽ പോകുന്നല്ലേ ഫുട്ബോൾ കളിക്കാൻ. അച്ഛനാ ടെറഫിലൊക്കെ വല്ലപ്പോഴും ഒന്ന് പോയി നോക്കണം ആളുണ്ടോ ഇല്ലയോ എന്നൊക്കെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പറയുകയാണെന്ന് വാച്ച് ചെയ്യാനാണെങ്കിൽ എനിക്ക് പിന്നെ അതിനെ സമയം ഉണ്ടാവും. ഞാൻ CV ഒന്നുമല്ല. അവള് വെറുതെ പറയുന്ന അച്ഛാ, അച്ഛനെ ഇളക്കാൻ വേണ്ടി. ചുമ്മാതെയോ? നിനക്കറിയോ രോഹിയേട്ടൻ ടെറഫിൽ പോയി കളിക്കുന്നുണ്ടോ ഇല്ലയോ? വെറുതെ ഒരു ഊഹം വെച്ച് തട്ടി വിട്ടേക്കുക. ഒരു ദിവസം രോഹിയേട്ടൻ കുടിച്ചിട്ട് വന്നില്ലേ? ചേച്ചി കണ്ടല്ലേ? ഇല്ലേ? അത് ഒരു ദിവസമല്ലേ ഉള്ളൂ. ഒരു ദിവസമേ ഉള്ളൂ എന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം രോഹിയേട്ടൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. രോഹി കുടിയനല്ല. 21 വയസ്സ് തികയാ. എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയറിന് പഠിക്കുന്ന എന്റെ മകൻ കുടിയനല്ല എന്നാണ് നിന്റെ സ്റ്റേറ്റ്. എന്നതാ നീ ഉദ്ദേശിച്ചത്? കുടിയനല്ലെന്ന്. കുടിയനെന്ന് വിളിക്കുന്ന ആരെ? പതിവായിട്ട് ലിക്കർ കഴിക്കുന്നവരെ. രോഗി പതിവായിട്ട് മദ്യം കഴിക്കുന്നില്ല, വല്ലപ്പോഴും മാത്രമേ കുടിക്കുന്നുള്ളൂ അല്ലെ? അതായത് അവന്റെ റേഷൻ മാത്രമേ അവൻ യൂസ് ചെയ്യുന്നു. ഈ മിലിറ്ററി കോട്ട പോലെ അനുവദനീയമായത് മാത്രം അല്ലേ? അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ടാ ഇക്കാര്യം എന്നോട് പറയുന്നത്? ഒരു തവണയല്ലേ ഉള്ളൂ അച്ഛാ, അത് ക്ഷമിക്കാന്ന് കരുതി. അച്ഛനോട് പറഞ്ഞാ അച്ഛൻ വഴക്കുണ്ടാക്കും. അച്ഛൻ വഴക്ക് പറയുന്നതാണോ തെറ്റ്, അതോ നിങ്ങൾ ചെയ്യുന്നതാണോ തെറ്റ്? ഒരാൾ തെറ്റ് ചെയ്യുന്നു, മറ്റേ ആളത് മറച്ചു പിടിക്കും. ഞാൻ നിങ്ങളുടെ പറയുക നടന്ന് ഇതൊക്കെ കണ്ടുപിടിക്കണോ? നിങ്ങൾക്ക് പരസ്പരം ഉത്തരവാദിത്തം വേണ്ട. ഒരാളൊരു തെറ്റ് ചെയ്താൽ അരുതെന്ന് പറയാനും ശാസിക്കാനും തിരുത്താനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പെരുമാറുക, നന്നായിട്ട് ജീവിക്കുക, ഇതൊക്കെ നിങ്ങളുടെ കടമയല്ലേ? അച്ഛനോട് പറഞ്ഞാ അച്ഛൻ വഴക്കുണ്ടാക്കും. അച്ഛൻ വഴക്ക് പറയുന്നതാണോ തെറ്റ്, അതോ നിങ്ങൾ ചെയ്യുന്നതാണോ തെറ്റ്? നീ ചിലപ്പോ കുടിച്ചിട്ട് വരുന്നത് ഞാൻ അറിഞ്ഞല്ലോ. അധ്യാപകരുടെ ക്ലാസ്സാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ നല്ല നിലയിൽ എത്തിച്ചേരാം. കൂട്ടുകാരുടെ ക്ലാസ്സാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നെങ്കിൽ തിരിഞ്ഞ് നടക്കാം. നമ്മളൊരു പെർഫെക്റ്റ് വർക്കൗട്ട് പ്ലാനാ ചെയ്യുന്നത്. ലൂപ്പോൾസ് ഒന്നും ഉണ്ടാവരുത്. അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ജയിലിലേക്ക്.